നെറ്റ് സീറോ കാർബൺ ജനകീയ പദ്ധതിക്ക് തുടക്കമായി. വൈപ്പിൻ ഗോശ്രീ ദ്വീപുകളിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജിഡയുടെ സഹകരണത്തോടെ പ്രാദേശികമായി നടപ്പിലാക്കുന്ന നെറ്റ് സീറോ കാർബൺ പദ്ധതിക്ക് കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. നവകേരളം കർമ്മ പദ്ധതിയുടെ സാങ്കേതിക സഹായത്തോടെ നടപ്പിലാക്കുന്ന പരിപാടി പള്ളിപ്പുറം, കുഴുപ്പള്ളി, എടവനക്കാട്, നായരമ്പലം, മുളവുകാട്, ഞാറക്കൽ, എളങ്ങുന്നപ്പുഴ, കടമക്കുടി ഗ്രാമപഞ്ചായത്തുകളിലാണ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം KN ഉണ്ണികൃഷ്ണൻ MLA നിർവഹിച്ചു. പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജിഡ സെക്രട്ടറി രഘുരാമൻ പദ്ധതി വിസ്തീർണം നടത്തി. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ M രഞ്ജിനി കർമ്മപരിപാടി വിശദീകരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ പ്രസിഡന്റ് PK രവീന്ദ്രൻ, പരിസ്ഥിതി പ്രവർത്തകൻ IB മനോജ്, MC പവിത്രൻ, EK ജയൻ, സാബു മുളവുകാട്, OG സൈന തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു. കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ സ്വാഗതവും MK ദേവരാജൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. രണ്ട് വഴിയിലേ പറ്റുള്ളൂ. ഇവിടെ ഒന്ന് കരിമ്പ് കൃഷി വർദ്ധിക്കും. അപ്പോൾ മഹാരാഷ്ട്രയിലും മറ്റൊക്കെയുള്ള കരിമ്പ് കർഷകർക്ക് വലിയ സന്തോഷമാണ്. കൂടുതൽ പ്രദേശങ്ങളിൽ കരിമ്പുണ്ടാക്കാം. കരിമ്പിന്റെ വില കൂടി, ആൽക്കോളിന്റെ വില കൂടി, ഇതൊക്കെ വരക്കാം. കരിമ്പ് കൊണ്ട് മാത്രം നടക്കില്ല എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കി. പിന്നെ എന്താ വഴി? ആൽക്കോൾ ഉണ്ടാക്കാനുള്ള വേറൊരു വഴി ധാന്യങ്ങൾ ഉപയോഗിക്കാനുണ്ട്. അപ്പൊ ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ധാന്യങ്ങൾ അരിയും ഗോതമ്പും. ചോളം ഇവിടെ അത്രയ്ക്കൊന്നുമില്ല. അമേരിക്കക്കാരൻ ഇത് ഉണ്ടാക്കുന്ന മുഴുവൻ ചോളം ഉപയോഗിച്ചിട്ടാണ്. അവൻ ചോളം ഉപയോഗിച്ച് എത്തനോൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കയറ്റി അയച്ചിരുന്ന ചോളം കയറ്റി അയക്കാൻ ഇല്ലാണ്ടായി. അതുകൊണ്ട് അവിടെ ഭക്ഷ്യക്ഷാമുണ്ടായി. അങ്ങനെ കഥകൾ വേറെ ഉണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് അവിടേക്കൊന്നും പോകുന്നു. അപ്പൊ ഇവിടെ അരിയുണ്ട്, ഗോതമ്പുണ്ട്. ഈ രണ്ടിൽ ഏത് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ആൽക്കോൾ ഉണ്ടാക്കാൻ പറ്റുക? ഗോതമ്പ് വടക്കേ ഇന്ത്യക്കാർ സമ്മതിക്കും. അതുകൊണ്ട് അരി ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ അരി ഉപയോഗിച്ച് ഗോതമ്പ് പെട്രോൾ ഉണ്ടാക്കുകയാണ്. ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണിൽ കിടക്കുന്ന അരി പൊടിഞ്ഞ അരി എന്നാണ് ആദ്യം നിയമത്തിൽ ഓർഡറിൽ പറഞ്ഞത്. കിലോക്ക് 20 ഉറുപ്പ്യ വെച്ച് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഈ ആൽക്കോൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് കൊടുക്കും. കിലോക്ക് 20 ഉറുപ്പ്യ വെച്ച്. നമുക്ക് തരുന്നേ ഇല്ല. ഫുഡ് കോർപ്പറേഷൻ ഇവിടെ തരുന്നേ ഇല്ല. പോട്ടെ. അപ്പൊ ഇത് ആളുകൾ വായിച്ച് പഠിച്ചൊക്കെ വരുമ്പോ ഒരു ഗതികേട് വരുന്നത് കരിമ്പ് കൃഷിയും മറ്റേ കൃഷിയും ഒക്കെ വരുമ്പോഴും നഷ്ടം വരാൻ പോകുന്ന ആൾക്കാണ്. ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ട സ്ഥലത്താണ് ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം കരിമ്പ് വരാൻ പോണത്. അയൽവക്കക്കാരൊക്കെ ചീത്ത പിടിക്കാതെ വെട്ടിക്കളയാത്ത എന്താന്നൊക്കെ പറഞ്ഞു. ഏതായാലും പിടിച്ചു നിൽക്കുക. നിറയെ ചവറെന്നല്ലേ നമ്മൾ പറയാം, കരിയിലൊക്കെ വീട് കിടക്കും. അപ്പം അതൊക്കെ അടിച്ചു കൂട്ടി ഒരു മൂലയിൽ കൊണ്ട് ഒരു കുഴി ഒഴിച്ചിട്ട് അതിനകത്ത് ഇടാൻ വീട്ടിൽ സഹായിക്കാൻ വരുന്നില്ല. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഞാൻ 3-4 ദിവസം അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി അടിച്ചു കൂട്ടിയത് മുഴുവൻ അവർ കത്തിക്കും. എന്തിനാ ചേച്ചി ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, മാഷിക്ക് ഇതൊക്കെ പറയാം, ഞങ്ങൾ നിങ്ങൾ തെറ്റുകൂടി നടക്കുകയാണ്. ഇവിടെ പാമ്പ് വരും. പാമ്പ് വന്നാൽ ഞങ്ങൾക്ക് അറിയാം. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ കരിയില മുഴുവൻ കത്തിച്ചു കളയുന്നത്? അത് നമ്മുടെ ശീലമായി അല്ലേ? അതൊരു ശീലമായി. ഹിന്ദു കുടുംബങ്ങളൊക്കെ വിഷുവിന് കത്തിക്കാതിരിക്കാൻ പറ്റില്ല. അതുവരെ ഉള്ളതൊക്കെ കച്ചു കൂട്ടിയിട്ട് കത്തിക്കും. ഈ കത്തിക്കുക എന്നത് വഴി നിങ്ങൾ കാർബൺ എമിഷൻ കൂട്ടുകയാണെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും സമ്മതിക്കും? പ്ലാസ്റ്റിക് കത്തിനെ കുറിച്ച് പറയാം, കരിയില. അപ്പൊ ഇങ്ങനെ ചെറിയ 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 ധാരാളം കാര്യങ്ങളുണ്ട്. ഇത് മനസ്സിലേക്ക് എത്തിക്കാനായിട്ട് കുറെ അധികം സമയം. അതുകൊണ്ടാണ് 1-2 കാര്യം പറയാൻ തോന്നുന്നത്. ഇതിപ്പോ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രവർത്തന പരിപാടികൾ, പരിശീലനങ്ങളൊക്കെ കിരീടാഭ്യർത്ഥിലും വേറെ ഏജൻസികളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒരു 5ാമത്തെ തീം എന്ന് പറയുന്നത് ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജാണ്. നമ്മുടെ ഈ വൈപ്പിൻ ബ്ലോക്കിലെ 5 ഗ്രാമപഞ്ചായത്തുകൾ കിടപ്പിലുണ്ടോ? ഈ 5 ഗ്രാമപഞ്ചായത്തിലും ഈ ക്ലീൻ ആൻഡ് ഗ്രീൻ വില്ലേജ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് തീരുമാനം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒട്ടേറെ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പം അത് ഇതിൻ്റെ ഒരു ഭാഗം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചത് ഭക്ഷ്യം ആണ്. ഭക്ഷ്യസുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വെജിറ്റേഷൻ ഉണ്ടാക്കുക. 8 ഗ്രാമപഞ്ചായത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊക്കാളി വിളയുന്ന സ്ഥലം എന്ന് പറയുന്നത് കടമക്കുടിയും നായകമ്പലവും അത് ആണ് കൂടുതൽ. പക്ഷേ ഈ വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ അയ്യമ്പള്ളി അല്ലെങ്കിൽ കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചെറിയ പഞ്ചായത്താണ്. കേരളത്തിലെ ചെറിയ പഞ്ചായത്തുകളൊന്നാണ്. ആ ഗ്രാമപഞ്ചായത്തിലെ പകുതിയും ഈ പറയുന്ന
ഒക്കാളി പാടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയും വെളുത്തിനുള്ള കൃഷി കഴിഞ്ഞ കൊല്ലം വരെ ചെയ്തിരുന്നതാണ്. ഇത്തവണ നിർഭാഗ്യവശാൽ എന്ന് പറയാൻ പാടില്ല, ഭാഗ്യവശാൽ ഞാൻ പറഞ്ഞുള്ളൂ. കാലാവസ്ഥയിൽ ഉണ്ടായിരുന്ന മാറ്റം ഒന്നും ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. ഇനിയും സമയമുണ്ട്. കാരണം ഈ ഇടവമാസം കഴിഞ്ഞു, മിഥുനം ആയിരുന്നു. മിഥുനം അവസാനം വരെ വിത്തി വിതയ്ക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു ചെറിയ പ്രായത്തൊക്കെ. അപ്പം അതിനെയും ഈ കൃഷിഭവനോട് ഉപയോഗിച്ചുകൊണ്ട് പേടിയായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മഹേഷിൻ്റെ ഉള്ള വൈഫാണ്, നമ്മുടെ നാട്ടുകാരിയാണ്. ഈ 5 പഞ്ചായത്തുകളിൽ അതിനുവേണ്ടി നടപടികൾ നമ്മൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പഞ്ചായത്തിൽ ഇടപെടുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാലിന്യം തന്നെയാണ്. മാലിന്യമുക്തമായിട്ടൊരു സംഗതി. കാരണം കൃഷി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മാലിന്യത്തിൻ്റെ അളവ് കുറയുന്നതാണ്. ആ ഒരു സംഗതിയിലേക്ക് കൂടി പോയി 2 കാര്യങ്ങൾ ചെയ്താൽ അത്യാവശ്യം ചില കാര്യങ്ങളിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സ്വപ്നമായിട്ട് നമ്മളിവിടെ ഒരു ഗ്രാസ് റൂട്ട് എന്നുള്ള പേരിലെ ഒരു കൂട്ടായ്മ നമ്മൾ തുടങ്ങിയിരുന്നു 3 വർഷം മുമ്പ്. പ്രധാനമായിട്ടും കണ്ടൽ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്തുള്ള സസ്റ്റർ ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് കുറച്ചിടങ്ങളിൽ സ്വന്തമായിട്ട് തന്നെ ആദ്യം കണ്ടലിനെ വിത്തുകൾ ശേഖരിച്ച് ഒരു 1500 തൈകൾ ഒരു ചെറിയൊരു നഴ്സറി തുടങ്ങി. അതിനുശേഷം അയ്യമ്പള്ളി, നെടുങ്ങാട്, പിന്നെ വളപ്പ്, ഇവിടെയൊക്കെ കുറച്ച് കണ്ടൽ നടാൻ പറ്റി. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള സസ്റ്റർ ഫൗണ്ടേഷൻ ഒക്കെ ചേർന്ന് കുറച്ച് തൈകളൊക്കെ നടാൻ പറ്റും. പക്ഷെ ഇപ്പം നമ്മൾ നേരിടുന്ന പ്രധാനമായിട്ടും നമ്മുടെ ആക്ടിവിറ്റി തുടങ്ങിയത് പുത്തൻകടപ്പുറത്താണ്, വെളിയ തമറമ്പിൽ. അവിടെ ശക്തമായിട്ടുള്ള കടലാക്രമണമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ പുത്തൻപള്ളിയോട് ചേർന്ന് കുറേ താളിപ്പരുത്തി, പൂപ്പരുത്തി, അതായത് നമ്മൾ കണ്ടൽ അനുബന്ധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ പക്ഷെ ആദ്യഘട്ടത്തിൽ നട്ടതൊക്കെ നഷ്ടപ്പെട്ടു. അതിന് പല കാരണങ്ങളുണ്ട്. മണൽവാടിയോട് ചേർന്നാണ് നമ്മൾ നട്ടത്. പക്ഷെ രണ്ടാമത് നമ്മൾ നട്ടുപിടിപ്പിച്ച താളിപ്പരുത്തേക്ക് നന്നായിട്ട് വരുന്നുണ്ടോ. അപ്പോൾ കടപ്പുറത്ത് പഞ്ചാര മണ്ണിൽ നമുക്ക് കണ്ടൽ നടാൻ കഴിയില്ല. പക്ഷെ ഞങ്ങളൊരു ചെറിയൊരു മോഡൽ ഉണ്ടാക്കാൻ, അത് രഘുരാജ് സാറിൻ്റെയൊക്കെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. പഞ്ചാര മണലിൽ കൃത്യമായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് അത് പ്രാന്തങ്ങളിൽ നടാനുള്ള ശ്രമം, അത് വിജയിക്കില്ല എന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷെ അതിനുവേണ്ടി ശ്രമം ചെയ്തിരുന്നു. ഇപ്പോൾ 10 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ആഴത്തിൽ മണ്ണെടുത്ത് മാറ്റിയിട്ട് ഒരു ചെറിയൊരു തോടുകൾ ഉണ്ടാക്കി അതിനകത്ത് ഈ ചെമ്മിക്കെട്ടിൽ നിന്നുള്ള ചെടി കൊണ്ട് നിറച്ച് അതിലാണ് ഈ കണ്ടലുകൾ നട്ടത്. വൈപ്പിൻ കരയുടെ ജനങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ആ വീരൻപുഴയിൽ ഏക്കലും ചെളിയും മാലിന്യവും നിറഞ്ഞിട്ട് നമ്മുടെ ജനങ്ങൾ വസിക്കുന്ന ജനവാസ മേഖലയിലേക്ക് ഇത് വെള്ളം കയറുന്ന നിത്യസംഭവമാണ്. ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഡിവിഷനിൽപ്പെട്ട എല്ലാവർക്കും അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. 4 വശം ഈ വൈപ്പിങ്കരയെ പോലെ തന്നെ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ചില ജനവാസ കേന്ദ്രങ്ങളുണ്ട്. അവിടെ കൂടുതലും താമസിക്കുന്നത് ഈ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരും അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട നമ്മുടെ ആളുകളുമാണ്. പക്ഷേ അവരുടെ ജീവിതം ദുസ്സഹമാണ്. ഈ ജലാശയങ്ങളുടെ നവീകരണത്തിൽ നമ്മുടെ വീരൻപുഴയ്ക്ക് അവിടുത്തെ മാലിന്യം നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ അവിടുത്തെ ഏക്കലും ചെളിയും മാറ്റി നമ്മുടെ കരക്ക് അനുയോജ്യമായ രീതിയിൽ പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയുമോ, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. കാര്യങ്ങൾ ഈ ചിന്തശാലയുടെ മുന്നാകെ ചൂണ്ടിക്കാണിച്ചതാണ്. ശ്രീ ഇ കെ ജയൻമെമ്പർ പറഞ്ഞ ഭാഗത്ത് തന്നെയാണ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. വീരൻപുഴയുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ ഉദ്യോഗസ്ഥന്മാരെ ഒരു 6 മാസക്കാലം മുമ്പ് ഉൾവിളി പഞ്ചായത്തിലടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ കരിങ്കൽ ഭിത്തി നിർമ്മിക്കും, വെള്ളക്കയറ്റം തടയാൻ വേണ്ടി കരിങ്കൽ ഭിത്തി നിർമ്മിക്കാം, അതിനു വേണ്ടിയിട്ടുള്ള എത്ര കിലോമീറ്റർ വേണം എന്നെല്ലാം പറഞ്ഞ് വന്ന് ഞങ്ങൾ ആ സ്ഥലങ്ങളെല്ലാം ഇത് കാണിച്ചു കൊടുത്തെങ്കിലും നാളിതുവരെ ഈ കാര്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി,
ഈ 2018-ലുണ്ടായ പ്രളയത്തെ തുടർന്ന് വീരൻപുഴയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ തോടുകളും ഏതാണ്ട് പൂർണ്ണമായ രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണമാണ്. ആ വീരൻപുഴയും വേമ്പനാട്ട് കായലും ഡ്രഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായ ഒരു നടപടി ഇടയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. മറ്റൊരു സംഗതി, നമ്മുടെ ഈ കാർബണിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള KSRTC ബസ്സുകൾ സമയബന്ധിതമായി പുകപരിശോധന നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു KSRTC ബസ്സിന്റെ പുറകില് നമ്മുടെ പുഴക്കുഴലിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഇരുചക്ര വാഹനങ്ങളോ നടന്നു പോകുന്ന ആളുകളോ നിൽക്കുന്നതെങ്കിൽ അവർ വീട്ടിൽ പോയി വസ്ത്രം മാറി വരേണ്ട ഗതികേട് ഉണ്ടാകുന്ന സാഹചര്യമാണ് ഒരു KSRTC ബസ്സിന്റെ പുകക്കുഴലിലൂടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം പരിശോധിക്കാനായിട്ട് തയ്യാറാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ശില്പശാലയിൽ പറയാനുള്ളത്. മറ്റൊരു സംഭവം മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ഈ കാർബണിന്റെ അളവ് കൂടിയത് മറ്റൊരു സംഭവം ഇപ്പൊ ജലാശയങ്ങളിൽ നിന്നുണ്ടായ ഇപ്പൊ ഏതാണ്ട് 10-15 കോടിയോളം രൂപയുടെ മത്സ്യങ്ങളാണ് നമ്മുടെ കടമക്കുടി, ഇഴക, അതുപോലെ വരാപ്പുഴ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് വൈപ്പിൻകരയിലെ പടിഞ്ഞാറ് മേഖലയിലും ഈ മത്സ്യ കൃഷി നടത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്ന നിരവധി ആളുകളുണ്ട്. ആ മത്സ്യങ്ങളെല്ലാം ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഫാക്ടറികളിൽ നിന്ന് ഒഴുക്കുന്ന അമിതമായ രീതിയിലുള്ള രാസമാലിന്യങ്ങളാണ്. പക്ഷേ ഈ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്ന ഫാക്ടറികളിൽ നിന്ന് ഒഴുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് പരസ്പരം പഴിചാരിക്കൊണ്ട് ഇതിന് ഞങ്ങളുടെ ഉത്തരവാദി എന്ന് പറഞ്ഞ് തടി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നമുക്ക് ഇതുവരെ ആ വായു മോശമായിട്ടുള്ളത് നേരിട്ട് അനുഭവപ്പെട്ടില്ല, പെടുന്നുണ്ടായിരിക്കാം, നല്ല കാര്യമായിട്ട് അനുഭവപ്പെട്ടില്ല. നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വെള്ളപ്പൊക്കത്തിന്റെ കെടുതികളാണ്. ഇവിടെ നേരത്തെ നമ്മുടെ ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ സാറ് പറഞ്ഞ് ഈ വെള്ളപ്പൊക്കത്തിന് ഒരു പരിധിവരെ കാരണക്കാരി ഇടയാണെന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഈ കാർബൺ ന്യൂട്രൽ പദ്ധതിയിലും ഒരു പരിധിവരെ പറഞ്ഞു, ഞാനൊക്കെ പറയുന്നത് ഒരു പരിധിവരെ കാരണക്കാരി ഇട തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ ഇവിടെ അവതരിപ്പിച്ച ഈ കാർബൺ നെറ്റ് സീറോ പദ്ധതിയിലും ജലാശയങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആ പദ്ധതി നടപ്പാക്കപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പദ്ധതി ഒന്നിച്ച് നടപ്പാക്കാനായിട്ട് എടുത്ത് പദ്ധതി തയ്യാറായിക്കൂടെ? ഈ ജലാശയങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ ലക്ഷ്മണ സാറുമായിട്ട് ഞങ്ങൾ ഇടവക്കാട് പഞ്ചായത്തിൽ ചർച്ചയിൽ ഒരു കാര്യത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെറിയ തോടുകൾ താഴ്ത്താനായിട്ട് അവിടുത്തെ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തരലായിരുന്നു. 1-2 ബുക്കും ഞങ്ങളുടെ ജില്ലയിൽ വന്നപ്പോൾ സാറുമായി സംസാരിക്കണം, ബുക്കിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. സാറ് തന്നെയാണ് പറഞ്ഞത് ഈ HIന ഓഫീസറായിട്ട് സാനിറ്റേഷന്റെ രീതിയിൽ ചെയ്യാൻ സാധനങ്ങൾ പറഞ്ഞു. അപ്പൊ അത് ദിശയാണ് ഞാൻ കഴിഞ്ഞ 30 ദിവസം ഞങ്ങൾക്ക് അതുകൊണ്ട് പദ്ധതികൾ കമ്മിറ്റി ചെറിയ ചെറിയ തോടുകൾ താഴ്ത്താനായിട്ട് ചെയ്യുക. സാറിനുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് അന്ന് ഞങ്ങൾ ആ പദ്ധതി തുടങ്ങാൻ കഴിഞ്ഞത്. കോൺക്രീറ്റ് വേസ്റ്റുകളെല്ലാം ഈ പുഴയിലോട്ടാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ ആ പുഴയിൽ അതിന്റെ വേസ്റ്റ് കിടക്കുന്നതുകൊണ്ട് കൂടുതലായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കാരണവശാലും വെള്ളം ഏറ്റത്തല്ലാതെ വഞ്ചി കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളിത് പല സമയത്തും പോയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു തവണ മാത്രമാണ് ഞങ്ങൾക്ക് അത് കോരി കിട്ടിയേക്കുന്നത് അവിടെ. പക്ഷേ അത് ശരിക്ക് ആ പുഴ ആഴം കൂട്ടിയാൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ പറ്റുള്ളൂ. അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ്. ഇപ്പൊ ഈ ഉപ്പുവെള്ളം കയറുന്നത് എന്നും ഇപ്പൊ പറഞ്ഞ പോലെ പണ്ട് വൃശ്ചിക വേലിയേറ്റമായിരുന്നു. ഇപ്പൊ അതല്ല, എല്ലാ ദിവസങ്ങളിലും ഇപ്പൊ എന്റെ 5ാം വാർഡാണ്, 5ാം വാർഡ് എല്ലാ ദിവസങ്ങളിലും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നമ്മൾ സൈഡ് പ്രൊട്ടക്ഷൻ വരെ പല ഇപ്പൊ MLA-നോടാണെങ്കിലും MP-നോടാണെങ്കിലും ആവശ്യപ്പെട്ട് അവർക്കൊരു പരിധിയുണ്ട് തരുന്നതിന്. അപ്പൊ അത് നമുക്ക് ഒന്നല്ലെങ്കിൽ ജില്ലയുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലെയും തോടുകൾ ആഴം കൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പരിപാടി നിർബന്ധമായി പങ്കെടുക്കണമെന്ന് അറിയിച്ചിരുന്നതാണ്. ആകെ 2 പഞ്ചായത്തിൽ നിന്നാണ് പ്രതീതികളെന്ന് നമുക്ക് വന്നത് എന്ന് തോന്നുന്നു. ഒന്ന് കടവക്കുടി പഞ്ചായത്ത്, മറ്റൊന്ന് മുളവാട് പഞ്ചായത്ത്. പ്രസിഡന്റ് പറഞ്ഞു ഞാൻ പ്രതിനിധി അയക്കുമെന്ന് പറഞ്ഞു. മറ്റു പഞ്ചായത്തിലുള്ള പ്രതിനിധികളുണ്ട്. ഞാറക്കര ഡാമുകളുടെ പ്രതിനിധികളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഔദ്യോഗിക
വളരെ പ്രാതിനിധ്യമാണെന്നുള്ള കാര്യം ഉറപ്പാക്കുന്നത്. ഇവിടെ നമ്മൾ നിർദ്ദേശങ്ങളോട് ആവശ്യപ്പെട്ടത്, പക്ഷെ കിട്ടിയത് മുഴുവൻ ആവശ്യങ്ങളാണ്. ആവശ്യങ്ങൾ വേണ്ടെന്നല്ല പറയുന്നത്, ആവശ്യങ്ങൾ വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ പദ്ധതിക്ക് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ എല്ലാവരും ആവശ്യപ്പെട്ടതെല്ലാം തന്നെ നീരമ്പുഴയുടെ എല്ലാം തന്നെ നമ്മുടെ പരിപാടിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് എന്ന് എത്രമാത്രം അളവിൽ നടക്കുമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കതിൻ്റെ ഒരു വിവക്ഷയിൽ എത്താത്ത കാര്യമുണ്ടെന്നുള്ള എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ വൈകിയ വേളയിൽ വലിയൊരു നന്ദി പ്രകടനം ഞാൻ പറയുന്നില്ല. നന്ദി നമ്മൾ ആരോടെ പറയേണ്ടതെന്നാണ് നമുക്ക് സംശയം. നമ്മളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. വൈപ്പിൻ ഗോശ്രീ ദ്വീപസമൂഹങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. ദ്വീപസമൂഹം ഈ നിലയിൽ എങ്ങനെ ആക്കി എന്നുള്ളത് നമ്മൾ തന്നെ ആക്കിയതാണത്. അത് വേറെ ആരും നമുക്കതിന് കുറ്റപ്പെടുത്താനൊന്നുമില്ല. നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. പക്ഷെ ആ ഉത്തരവാദിത്തത്തിൻ്റെ പ്രായശ്ചിത്തം എന്നുള്ള നിലക്കാണ് നമ്മളിപ്പോൾ ഈ പരിപാടി ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. രവീന്ദ്രൻ മാഷ് പറഞ്ഞത് ഏറെക്കുറെ ശരിയുമാണ്. ഏതായാലും നമ്മളുടെ നിലനിൽപ്പായതുകൊണ്ട് നമ്മളിതെല്ലാവരും സഹകരിക്കേണ്ട പരിപാടിയാണ്. ഇതൊരു രഘുവൻ സാറ് പറഞ്ഞൊരു കാര്യം, ഇതൊരു പൈലറ്റ് പ്രോഗ്രാം ആക്കേണ്ടതില്ലെന്നാണ് പറഞ്ഞത്. ഇത് നമ്മളെല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പാക്കേണ്ട ഒരു പരിപാടിയാണ്. ശ്രീ ദ്വീപുകളുടെ സമഗ്ര വികസനത്തിന് രൂപീകരിക്കപ്പെട്ട ഒരു അതോറിറ്റിയാണ് ജിഡ. നാളിതുവരെ നമ്മൾ പാലങ്ങൾ, റോഡുകൾ, അങ്ങനെ കണക്ടിവിറ്റി പ്രോജക്ട്സ് മാത്രമാണ് നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ വികസനം എന്ന് പറഞ്ഞാൽ കേവലം പശ്ചാത്തല സൗകര്യങ്ങൾ മാത്രമല്ല, നമ്മളുടെ നാടിനെയും പ്രകൃതിയെയും ജനങ്ങളുടെ ജീവിതത്തിനെയും ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും വികസനം എന്നുള്ള നിർവചനത്തിൽ വരും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ലോകം എമ്പാടും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായ കാലാവസ്ഥ വ്യതിയാനം, ആഗോള താപനം, അന്തരീക്ഷ മലിനീകരണം എന്നീ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്ന് ജിഡ CNG കാർബൺ ന്യൂട്രൽ ഗോശ്രീ എന്ന പദ്ധതി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ നെറ്റ് സീറോ എമിഷൻ, എല്ലാ തരത്തിലുള്ള ഹരിതവാതക ഗൃഹങ്ങളുടെയും എമിഷൻ കുറയ്ക്കുക, ഉണ്ടാകുന്ന എമിഷൻ പരമാവധി അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്നാൽ ടോട്ടൽ എമിഷൻ്റെ 80% കാർബൺ ഡൈ ഓക്സൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ നെറ്റ് സീറോ എന്ന് നമ്മൾ ഒരു നാമകരണം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ള നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള വാഹനങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന കൃഷി മൂലമൊക്കെ ഉണ്ടാകുന്ന എമിഷൻസും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജിഡ നേതൃത്വം കൊടുക്കുന്നു. ഹരിത കേരള മിഷൻ്റെ സാങ്കേതിക സഹായമുണ്ട്. എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഗ്രാമപഞ്ചായത്തുകൾ, 8 ഗ്രാമപഞ്ചായത്തുകളും 2 ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും സഹകരണം ഉണ്ടാവും. ഇതൊരു ജനകീയ പരിപാടിയായിട്ടാണ് നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ വാർഡിലേക്കും ഇറങ്ങിച്ചെന്ന് വാർഡ് തല ഹരിത സമിതികൾ മുഖേന വാർഡിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും തങ്ങളുടേതായിട്ടൊരു പ്രൊജക്റ്റാണെന്നൊരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടുമാണ് നമ്മൾ ഈ പദ്ധതി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ പുൽപ്പള്ളിയിൽ നമ്മൾ തുടങ്ങി വെച്ചു. ഇതുപോലെ ബാക്കി 7 പഞ്ചായത്തുകളിലും നമ്മൾ സമാനമായിട്ടുള്ള ശില്പശാലകൾ സംഘടിപ്പിക്കും. അതിലൂടെ നമ്മൾ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ, മധ്യകാല ലക്ഷ്യങ്ങൾ, ദീർഘകാല ലക്ഷ്യങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. സമയബന്ധിതമായി നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുകയും ചെയ്യും. അതുപോലെ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഒരു ബേസ് ലൈൻ സർവേ, ഇപ്പോഴത്തെ ക്വാണ്ടിഫിക്കേഷൻ, എത്രത്തോളം എമിഷൻ ഉണ്ട് എന്നുള്ള ഒരു കണക്ക് നമ്മൾ എടുക്കും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന 3 തരത്തിലുള്ള ലക്ഷ്യങ്ങൾ കൈവരിച്ചതിന് ശേഷം നമ്മൾ എത്രത്തോളം എമിഷൻ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ശാസ്ത്രീയമായി തന്നെ നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നമ്മൾ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.